അബ്ദുൽ റഹീമിൻ്റെ മോചന വാർത്ത നമ്മളിലേക്ക് എത്തിയപ്പോൾ മുതൽ മലയാളി കാതോർത്തിരുന്നത് റഹീം എപ്പോൾ സ്വന്തം മണ്ണിൽ കാൽ കുത്തും എന്നറിയാനായിരുന്നു. ഇതാ ഇപ്പോൾ ഏറ്റവും നിർണായകമായ ആ വിവരം പുറത്തു വന്നിരിക്കുന്നു. കഴിഞ്ഞ 20 വർഷമായി റിയാദിലെ ജയിലിനുള്ളിൽ കഴിഞ്ഞിരുന്ന അബ്ദുൽ റഹീം ഒടുവിൽ ജയിൽ മോചിതനായി റിയാദ് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു. വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ നടപടികളും ഫൈനൽ എക്സിറ്റ് അടക്കമുള്ള മറ്റെല്ലാ സാങ്കേതിക കാര്യങ്ങളും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായാണ് റിയാദിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രിയോടെയോ അല്ലെങ്കിൽ പുലർച്ചെയോടെയോ റിയാദിൽ നിന്നും പുറപ്പെടുന്ന വിമാനത്തിൽ റഹീം നാട്ടിലേക്ക് തിരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. നിലവിലെ യാത്രാ വിമാന സർവീസുകളുടെ സമയം കണക്കിലെടുക്കുകയാണെങ്കിൽ നാളെ രാവിലെ 9 മണിക്ക് മുമ്പായി തന്നെ അബ്ദുൽ റഹീം കേരളത്തിലെ മണ്ണിൽ പറന്നിറങ്ങാൻ സാധിക്കുമെന്ന വലിയ സാധ്യതകളാണ് കാണുന്നത്. വിമാനത്താവളത്തിലെ ശേഷിക്കുന്ന ചെറിയ നടപടിക്രമങ്ങൾ കൂടി വേഗത്തിൽ പൂർത്തിയാകുന്നതോടെ 2 പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിന് വിരാമമിട്ട് റഹീം തൻ്റെ ജന്മനാട്ടിലേക്ക് തിരിക്കും. കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് റഹീം എത്തുമ്പോൾ വരവേൽക്കാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമല്ല, റഹീമിന് വേണ്ടി കൈകോർത്ത ഒരു ജനത മുഴുവൻ അവിടെയുണ്ടാകും. ഈ വാർത്ത കേൾക്കുമ്പോൾ കോഴിക്കോട്ടെ ആ വീട്ടിൽ വിരിയുന്ന സന്തോഷത്തിൻ്റെ ആഴം വാക്കുകൾക്ക് അപ്പുറമാണ്. പെറ്റമ്മയുടെ നെഞ്ചുരുകിയുള്ള പ്രാർത്ഥനയുടെയും കണ്ണീരിൻ്റെയും ഫലം കൂടിയാണ് ഈ നിമിഷം. കഴിഞ്ഞ 20 വർഷമായി തൻ്റെ മകനെ ഒരു നോക്ക് കാണാൻ, അവനെ നെഞ്ചോട് ചേർക്കാൻ ആ ഉമ്മ കാത്തിരിക്കാത്ത ഒരു നിമിഷം പോലുമില്ല. ഉമ്മയുടെ ജീവിതത്തിൽ ഓരോ പെരുന്നാളും വിരുന്നുകളും കടന്നുപോയത് ഈ മകനെയോർത്തുള്ള കണ്ണീരിലായിരുന്നു. എന്നാൽ ഇത്തവണത്തെ പെരുന്നാൾ ആഘോഷിക്കാൻ മകൻ ഒപ്പമുണ്ടാകുമെന്ന വിവരമറിഞ്ഞപ്പോൾ ആ ഉമ്മയുടെ മുഖത്തുണ്ടായ സന്തോഷവും ആശ്വാസവും അളക്കാവുന്നതിനും അപ്പുറമായിരുന്നു. നാളെ രാവിലെ 9 മണിക്ക് മുമ്പായി റഹീം വീട്ടിലെത്തുമെന്ന വാർത്തകൾ വരുമ്പോൾ ആ ഉമ്മയുടെ കണ്ണുകൾ ഇപ്പോൾ വീട്ടുപടിക്കലേക്ക് മാത്രമായിരിക്കും നീണ്ടിരിക്കുന്നത്. മകനെ കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകുന്ന ആ നിമിഷത്തിനായി ആ ഉമ്മയും അതോടൊപ്പം നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. മെയ് 19-നാണ് റഹീമിൻ്റെ മോചന ഉത്തരവ് കോടതി ഒപ്പുവെച്ചത്. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കാരുണ്യവും പ്രാർത്ഥനയും ഒത്തുചേർന്നപ്പോൾ ഒരു വലിയ തുക സമാഹരിക്കാൻ കഴിഞ്ഞതും റഹീമിൻ്റെ മോചനം സാധ്യമാക്കിയതും ചരിത്രമാണ്. ജാതിയും മതവും നോക്കാതെ ഒരു മനുഷ്യ ജീവന് വേണ്ടി കേരളക്കര ഒന്നിച്ചു നിന്നതിൻ്റെ വലിയ വിജയമാണ് നാളെ രാവിലെ നമ്മൾ കാണാൻ പോകുന്നത്. 20 വർഷത്തെ പ്രവാസവും ഏകാന്തതയും ഒടുവിൽ അവസാനിക്കുന്നു. നാളെ പുലരി വിരിയുന്നത് അബ്ദുൽ റഹീമിനും അദ്ദേഹത്തിൻ്റെ ഉമ്മയ്ക്കും കുടുംബത്തിനും മാത്രമല്ല, കാരുണ്യത്തിൻ്റെ ഈ വലിയ വിജയത്തിൽ പങ്കാളികളായ മുഴുവൻ മലയാളികൾക്കും ഒരു വലിയ പുണ്യദിനം തന്നെയായിരിക്കും. എന്തായിപ്പം റഹീമിൻ്റെ കാര്യങ്ങളൊക്കെ? റഹീമിൻ്റെ കാര്യം ഒരു വിളിച്ച് കഴിച്ചില്ലായി എന്ന് പറഞ്ഞു. അവിടെ എത്തി കണ്ടു, ഇപ്പോൾ ഈ വന്ന് കണ്ടിട്ട് തരാൻ പറഞ്ഞാൽ വന്ന് കാണട്ടെ, കണ്ട് പറഞ്ഞാലല്ലേ സമാധാനം. അതിന് കേൾക്കാം.